അടുത്ത ടോപ്പിക്ക് ഫങ്ഷൻസ് ഇൻ സി ആണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സി തുടങ്ങിയിരുന്ന സമയത്ത് സീൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി സിമ്പിളാണ്, പവർഫുള്ളാണ്, റോബസ്റ്റാണ്. അതിൻ്റെ കൂടെ സ്ട്രക്ചേർഡ് ഓറിയൻറ്റഡ് ആൻഡ് മോഡുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീൻ്റെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ സീൻ്റെ ഒരു ഫീച്ചറാണ് മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾസ് ആക്കി മാറ്റുക അല്ലെങ്കിൽ ഫങ്ഷൻസ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് സീൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഇൻ സി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമാക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫങ്ഷൻ. ഇൻ സി വി ക്യാൻ ഡിവൈഡ് എ ലാർജ് പ്രോഗ്രാം ഇൻറ്റു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ചെറിയ പ്രോഗ്രാമാക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫങ്ഷൻ. ഓക്കെ, ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ഒരു ഫങ്ഷനിൽ എ ഫങ്ഷൻ കണ്ടെയ്ൻസ് ദ സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കുറച്ച് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എൻക്ലോസ്ഡ് ബൈ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. എ ഫങ്ഷൻ കോൾഡ് ഒരു ഫങ്ഷനെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഫങ്ഷനെ തന്നെ ഒന്നിലധികം ടൈംസ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇതൊക്കെ ഫങ്ഷൻ്റെ പ്രത്യേകതയാണ്. ഇനി നമുക്കതൊന്നും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണ് എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. ഫങ്ഷൻ്റെ വേറൊരു പേരാണ് പ്രൊസീജിയർ. ഫങ്ഷൻ നമ്മൾ പ്രൊസീജിയർ എന്നും കൂടി പറയാറുണ്ട്. ഫങ്ഷൻ്റെ അഡ്വാൻറ്റേജസ്: ബൈ യൂസിങ് ഫങ്ഷൻ വി ക്യാൻ അവോയ്ഡ് റീറൈറ്റിംഗ് ഓഫ് പ്രോഗ്രാം സെയിം പ്രോഗ്രാം കോഡ് ഓർ ലോജിക് അഗെയിൻ ആൻഡ് ഗിവൺ ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കോഡ് വീണ്ടും എഴുതുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ കോൾ നമ്പർ ഓഫ് ടൈംസ് ഇൻ എ പ്രോഗ്രാം. വി ക്യാൻ കോൾ നമ്പർ ഓഫ് ടൈംസ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ ഒന്നിലധികം ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസിനെ കോൾ ചെയ്യാം. അതേപോലെ പ്രോഗ്രാമിൽ വരുന്ന എറേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് റീയൂസബിലിറ്റി ഇൻ ദി മെയിൻ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദി ഫങ്ഷൻ. റീയൂസബിലിറ്റി എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇനി മെയിനായിട്ട് രണ്ട് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ലൈബ്രറി ഫങ്ഷൻസ്. ലൈബ്രറി ഫങ്ഷൻസിൽ വരുന്നതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്കാൻഎഫ്, പ്രിൻ്റ്എഫ്, ഗെറ്റസ്, പുട്ടസ്. ഇതൊക്കെ എന്താണ്, ലൈബ്രറി ഫങ്ഷൻസ് ആണ്. ഇനി അടുത്തത് ആണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആണ് ദ യൂസർ ക്യാൻ ക്രിയേറ്റ്. പ്രോഗ്രാം ആരാണോ പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമർ ആരാണോ അയാളാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് എ ബിഗ് പ്രോഗ്രാം. ഒരു വലിയ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റീനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഫങ്ഷനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫങ്ഷൻ ഡിക്ലറേഷനിൽ മെയിനായിട്ട് വരുന്ന ടേംസ് ആണ് റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻ നെയിം, പാരാമീറ്റർ 1, പാരാമീറ്റർ 2 എക്സെട്ര, പാരാമീറ്റർ n, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ബോഡി ഓഫ് ദ ഫങ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത്, ദെൻ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇത്രയാണ് ഒരു ഫങ്ഷൻ ഡിക്ലറേഷനിൽ വരുന്നത്. ഒരു ഫങ്ഷൻ ഡിക്ലറേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പൈലറിനോട് പറയുന്നതെന്നുണ്ടെങ്കിൽ, ഒന്ന് ഫങ്ഷൻ നെയിമാണ്. നമുക്ക് യൂസറിന് ഇഷ്ടമുള്ള ഏത് പേര് വേണമെന്നുണ്ടെങ്കിലും ഫങ്ഷൻ നെയിമിന് കൊടുക്കാം. ദെൻ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പാരാമീറ്റർ ആൻഡ് ബോഡി ഓഫ് ദ ലൂപ്പ്. 4 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. റിട്ടേൺ ടൈപ്പ് വരുന്നുണ്ട്, ഫങ്ഷൻ നെയിം വരുന്നുണ്ട്, പാരാമീറ്റർ വരുന്നുണ്ട്, ബോഡി ഓഫ് ദി ഫങ്ഷൻ. ഇത്രയാണ് ഒരു ഫങ്ഷനകത്ത് വരുന്നത്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ റിട്ടേൺ എ വാല്യൂ. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിനെയാണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. റിട്ടേൺ ടൈപ്പ് ഈസ് ദി ഡാറ്റ ടൈപ്സ് ഓഫ് ഫങ്ഷൻ. ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കാം. ഇറ്റ് മേ ബി ഇൻറ്റീജർ, ഇറ്റ് മേ ബി ക്യാരക്ടർ, ഇറ്റ് മേ ബി ഫ്ലോട്ട്. ഇനി ഒന്നും അല്ലെങ്കിൽ നമുക്ക് വോയിഡ് എന്ന്, ഒരു ഡാറ്റാസും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഫങ്ഷൻ നെയിമാണ്. ഫങ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദി ഫങ്ഷൻ. ആ ഫങ്ഷന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഫങ്ഷൻ നെയിം.
ഫങ്ഷൻ നെയിം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ്. യൂസറാണ് ഫങ്ഷൻ നെയിം പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും. ആക്ച്വൽ പാരാമീറ്റർ ദ പാരാമീറ്റർ അറ്റ് ദ ടൈം ഓഫ് കോളിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ അകത്ത് ഉള്ളതാണ് ആക്ച്വൽ പാരാമീറ്റർ. ദെൻ ഫങ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞ് ഫങ്ഷൻ ഡിക്ലറേഷനകത്ത് വരുന്നതാണ് ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ബോഡി ഓഫ് ദി ഫങ്ഷൻ. ഇനി ഇതിനൊരു എക്സാമ്പിൾ പ്രോഗ്രാംസ് ആണ് പറയുന്നത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h conio.h. ഇത്രയാണ് ഒരു ഫങ്ഷൻ. ഇൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്. മാക്സ് എന്ന് പറയുന്നത് ഫങ്ഷൻ നെയിമാണ്. ഇൻറ്റ് num1 പാരാമീറ്റർ 1, ഇൻറ്റ് num2 പാരാമീറ്റർ 2. രണ്ട് പാരാമീറ്ററാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ദെൻ ഇൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് num1 ഗ്രേറ്റർ ദാൻ num2, num1 num2നേക്കാളും വലുതാണെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു num1. num1 ആണ് വലുതെങ്കിൽ റിസൾട്ടിൽ num1 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ എൽസ് റിസൾട്ട് ഈക്വൽ ടു num2, അല്ലെങ്കിൽ റിസൾട്ടിൽ num2 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നമ്മളെന്ത് പറഞ്ഞു? റിട്ടേൺ റിസൾട്ട്. ഈ റിസൾട്ടിന് നമ്മളോട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ഇനി ഏത് പ്രോഗ്രാം കോഡ് ഫങ്ഷൻ എവിടെ എന്തൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും വോയിഡ് മെയിൻ്റെ അകത്താണ്. എവിടെയാണോ വോയിഡ് മെയിൻ ഉള്ളത് അവിടെ മുതൽ മാത്രമേ പ്രോഗ്രാം സ്റ്റാർട്ടിങ് നടക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ടിങ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് മെയിൻ ആണ്. വോയിഡ് മെയിൻ്റെ അകത്ത് ഒരു 3 വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് എ, ബി ആൻഡ് RET എന്ന് പറയുന്ന 3 വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ സ്ക്രീൻ ആണ്. ഇനി ഈ ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്കുള്ള വാല്യൂ വാങ്ങിക്കാനാണ് അടുത്തത് പറയുന്നത്. printf enter 2 numbers. 2 നമ്പേഴ്സിനെ വാങ്ങിക്കാൻ പറഞ്ഞു. അത് വാങ്ങിക്കാൻ scanf എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂസിനെ വാങ്ങിച്ചു. %d, %a ആൻഡ് %b എന്ന് പറഞ്ഞ് നമ്മൾ ആ വാല്യൂസിനെ വാങ്ങിച്ചു. ഓക്കെ, ഇനി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് RET ഈസ് ഈക്വൽ ടു മാക്സ് ഓഫ് AB. ഇതാണ് ഫങ്ഷൻ കോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. മാക്സ് ഓഫ് AB എന്ന് പറയുന്നതാണ് ഫങ്ഷൻ കോളിംഗ്. ഇവിടെ മാക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത ഫങ്ഷൻ്റെ പേരാണ് മാക്സ് എന്ന് പറയുന്നത്. ദെൻ AB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആക്ച്വൽ പാരാമീറ്റർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന A ആൻഡ് B അല്ലെങ്കിൽ A ആൻഡ് B എന്ന് പറയുന്ന 2 വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ വാല്യൂസിനെ ഇങ്ങോട്ട് പാസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ മീനിങ്. മാക്സ് A, B, A, മാക്സ് A, B. ഈ A, B ഈസ് ദി ആക്ച്വൽ പാരാമീറ്റർ. ഇത് കണ്ടു കഴിഞ്ഞാൽ മാക്സ് A, B കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോള് നേരെ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിൻ്റെ മാക്സ് എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മാക്സ് എവിടെയാണോ ഇനീഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എക്സിക്യൂഷൻ നടക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റ് മാക്സ് ഇൻറ്റ് num1 ആൻഡ് ഇൻറ്റ് num2. num1 ആൻഡ് num2 ഈസ് ദി ഫോർമൽ പാരാമീറ്റർ. ഇവിടെ 2 വേരിയബിളാണ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്തത്. ആ 2 വേരിയബിളും എയും ബിയും ആണ് ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്തത്. ആ 2 വാല്യൂസും എന്തിലേക്ക് കറസ്പോണ്ടിങ് ആവും? num1ലേക്ക് എയും num2ലേക്ക് ബിൻ്റെയും വാല്യൂ മാച്ച് ആവും. ഓക്കെ, ഇനി ആ വാല്യൂസ് വെച്ച് num1 ആൻഡ് num2 വെച്ചിട്ട് നമുക്ക് ലാർജസ്റ്റ് നമ്പേഴ്സിനെ ഫൈൻഡ് ചെയ്യാം. ദെൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ടിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഉണ്ടായിരിക്കുക. ദെൻ ആ റിസൾട്ടിന് നമുക്ക് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. എങ്ങോട്ട്? ഇതേ പൊസിഷനിലേക്ക് തന്നെ RET എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ കാണുമ്പോൾ ഇവിടുന്ന് വീണ്ടും കൺട്രോൾ റീട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ ബാക്ക് ടു ദി മെയിൻ പ്രോഗ്രാമിലേക്ക് റീട്രാൻസ്മിഷൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ RETയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വാല്യൂ ഇതിലെ num1 ആണ് വലുതെങ്കിൽ num1 ഉണ്ടായിരിക്കും. അതല്ല num2 ആണ് വലുതെങ്കിൽ num2 ഇതിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നു printf max equal to %d. ആ മാക്സിമം വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞത്.
മാക്സിമം വാല്യൂ ഇപ്പോൾ ഉണ്ടായിരിക്കുക റിയൽ എന്ന് പറയുന്ന വേരിയബിളാണ് ഉണ്ടായിരിക്കുക, അത് പ്രിൻ്റ് ചെയ്യും. ദെൻ റിസൾട്ടിനെ കാണാൻ വേണ്ടി ഗെറ്റ് സി എച്ച് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ദെൻ പ്രോഗ്രാം ടെർമിനേഷൻ. ഇത്രയാണ് ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സ് ഇവിടെ ഫംഗ്ഷൻ കോളിംഗ് ആണ്. ദിസ് വൺ ഈസ് ഫംഗ്ഷൻ കോളിംഗ്, ദിസ് വൺ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ആൻഡ് ഫംഗ്ഷൻ കോളിങ്ങിലാണ് എ ആൻഡ് ബി എന്ന് പറയുന്ന ആക്ച്വൽ പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നത്. ആ രണ്ട് പാരാമീറ്ററും ഇങ്ങോട്ട് എത്തുമ്പോൾ അത് ഫോർമൽ പാരാമീറ്ററായിട്ട് മാറുന്നു. ഓക്കെ.